ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടയുടെ റെസിപ്പിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. മുട്ട ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. മുട്ട കുറുമ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ഒരു അരക്കപ്പോ 1/4 കപ്പോ തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ 1/4 പാല് വേണം എന്നുള്ളതാണ് നമ്മുടെ മുട്ടക്കുറുമയുടെ കാര്യം. അപ്പോൾ 1/4 പാല് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കാം. അപ്പോൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മുട്ടക്കുറുമ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചെറിയൊരു മധുരവും അതുപോലെ നല്ല എരിവും ഒക്കെ ഉള്ള ഈ ഒരു കുറുമ അപ്പത്തിൻ്റെ കൂടെയാണോ ഇടിയപ്പത്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് കഴിച്ചിട്ട് കൂടുതൽ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഈ വലിപ്പത്തിലുള്ള ഒരു 6 സവോള എടുത്തിട്ടുണ്ട്. 5 മുട്ടയിലേക്കായിട്ടാണ് 6 സവോള എടുത്തിട്ടുള്ളത്. സവോള കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി മതി, ഒരുപാട് തക്കാളി വേണ്ട. ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്. അത് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ആ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് മുട്ട പുഴുങ്ങിയതാണ്. പിന്നെ ഒരു പീസ് പട്ട എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ പെരിഞ്ജീരകം ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഏറ്റവും നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ, അധികം തിക്കായിട്ട് കട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ തക്കാളിയും സ്ലൈസ് ചെയ്ത് തന്നെ എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്താണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്തിട്ട് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോളയൊക്കെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളിയും സ്ലൈസ് ചെയ്തെടുത്തു, വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തു, പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, അതുപോലെ ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലോ ചീനച്ചട്ടിയിലോ എന്തിലും വേണമെങ്കിലും ഉണ്ടാക്കാം. ഇന്നതിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കാം. സവോള വേഗം വഴറ്റിയെടുക്കാനാണ് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി തുടങ്ങുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട. നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇനി പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുമയുടെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ചേർത്തിട്ട് ഈ ഒരു കുറുമ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക്
താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും നന്നായിട്ട് കുക്കായി വരണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ തക്കാളിയും കുക്കായി വരും. ഇതിലേക്ക് ഗ്രേവിക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം തിളപ്പിച്ച വെള്ളം ചേർക്കാം കേട്ടോ. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമുക്കിപ്പോൾ കുറച്ച് ഗ്രേവി മതി, ചെറിയൊരളവിൽ ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം മതി, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടാണ് സവോള വഴറ്റിയെടുത്തത്. ഇനി ഇതൊന്ന് തക്കാളി കുക്കായി വരുന്നത് വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ, ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴാണ് പെരിഞ്ജീരകത്തിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ നമ്മുടെ കറിക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളക്കരുത്, ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ ചട്ടിയുടെ ചൂടിൽ തന്നെ ആ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വന്നോളും. തിളയ്ക്കാതെ നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കാതെ നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ചട്ടിയുടെ ചൂടിൽ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി ചൂടായി വന്നോളും. ഇനി ഇതിലേക്ക് വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്ത് മാറ്റിയിട്ടോ. മുട്ട കുറച്ച് വിട്ടു പോന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ 4 മുട്ടയാണ് ഇപ്പോൾ കുറുമയ്ക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കാം. മല്ലിയില ഒന്നും അധികം വേണ്ട കേട്ടോ, ചെറിയൊരളവിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഒരു തണ്ട് ഗാർണിഷ് ചെയ്യാനും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കുറുമയുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അധികം സമയം വേണ്ട, അധികം ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറുമയുടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. എരിവ് കൂടുതലാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിച്ചിട്ട് ഏതിൻ്റെ കൂടെയാണോ നന്നായിട്ട് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മുട്ടക്കറി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.